കോഴിക്കോട് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസ് ആരും മറന്നു കാണില്ല. ഭർത്തൃവീട്ടിൽ വെച്ച് കൊച്ചി സ്വദേശിയായ യുവതി ക്രൂര പീഡനത്തിന് ഇരയായെന്നായിരുന്നു പരാതി. ഭർത്താവ് രാഹുലിനും അമ്മായിക്കും ഭർത്തൃ സഹോദരിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പോലീസ് പ്രതിയെ തിരയുന്നതിനിടെ എല്ലാം കോംപ്രമൈസ് ആയെന്ന് പറഞ്ഞ് യുവതി പന്തീരാങ്കാവിലെ വീട്ടിലേക്ക് മടങ്ങി. മാസങ്ങൾക്ക് ശേഷം ഇന്നലെ വീണ്ടും പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി. മീൻകറിക്ക് പുളി കുറഞ്ഞു എന്ന് പറഞ്ഞ് ഭർത്താവ് മർദ്ദിച്ചുവെന്നാണ് മൊഴി. ഇനി ഭർത്തൃവീട്ടിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കി മാതാപിതാക്കൾക്കൊപ്പം കൊച്ചിയിലേക്ക് യുവതി മടങ്ങുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കിടത്തിക്കല്ലേ, ബെൽറ്റ് ഇട്ട് കിടത്തിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു വിഷയമല്ലേ. സ്ട്രെച്ചറിൽ കിടത്തിരിക്കുന്ന ഒരാളെ, ആ സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്ന ആ കുട്ടിയെ മർദ്ദിച്ചു. അമ്മയപ്പോൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവര് മദ്യലഹരിയിലല്ലേ. ആ പോലീസുകാരെന്ന് പറഞ്ഞു ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്, ഇവന് മദ്യപിച്ചിട്ടുണ്ട്. അമ്മയെ മദ്യപിക്കുന്ന ആളല്ലേ, സ്ഥിരം മദ്യപിക്കുന്ന ആളല്ലേ. മദ്യലഹരിയിൽ അല്ലെങ്കിലും അവനും ആള് ഫ്രോഡ് തന്നെയല്ലേ, ഒരു സൈക്കോ ടൈപ്പ് അല്ലേ. അല്ല, ഇനിയെന്ന് വെച്ചാൽ അവനായിട്ട് ജീവിക്കാൻ തയ്യാറല്ല എന്ന് അവൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പരാതി എന്ന് വെച്ചാൽ പരാതി കൊടുത്ത് പിന്നീട് അവളെ ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ ചൊല്ലി അവരുടെ കസ്റ്റഡിയിൽ വാങ്ങി അങ്ങനെ അവൾ മൊഴി മാറ്റിപ്പിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ശരിക്കും എന്ന് വെച്ചാൽ ഒരു ഭയങ്കര പീഡനം തന്നെയാണെന്ന് പറയാം. കൈകൊണ്ട് മർദ്ദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വാക്കുകൾ കൊണ്ടുള്ള മർദ്ദനങ്ങളുണ്ട്. അത് ആദ്യം അവൾക്ക് ആ ഒരു പ്രേരണ കൊണ്ട് അവൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തല്ലേ. ഇനി ആ ഒരു ടെസ്റ്റ് ഉണ്ടാവില്ല. അവൾ തീർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസിൽ തന്നെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുടുംബത്തിന് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമ്പോൾ സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ സംസ്ഥാനത്ത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വരുന്ന ഇങ്ങനെ ഒരു സംഭവം ഗൗരവത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടിയാണ് കേരളം നോക്കിക്കാണുന്നത്. ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ യുവതിയെ കേന്ദ്രീകരിച്ചും കുടുംബത്തെ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ എന്തിനാണ് വീണ്ടും ഒരു കോംപ്രമൈസിന് തയ്യാറായത് എന്നടക്കം കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ കുറിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വിഷയമൊന്ന് പരിശോധിക്കാം. എൽസി ഉമൻ സൈക്കാട്രിസ്റ്റ് തത്സമയം ചേരും. ആശാ ഉണ്ണിത്താൻ അഡ്വക്കേറ്റിനെ നമ്മൾ തത്സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണം കൂടി പുതിയ സാഹചര്യത്തിൽ നമ്മൾക്ക് തേടാൻ കഴിയുന്നതാണ്. എൽസി ഉമനിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീമതി എൽസി ഉമൻ, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുകയും ഈ പെൺകുട്ടിക്ക് നീതി വാങ്ങി നൽകാൻ വേണ്ടി ഒരു വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ താങ്കളടക്കം ഒരുപാട് ചർച്ചകൾ ഇതേ ഫ്ലോറിൽ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. പിന്നീട് എന്ത് സംഭവിച്ചു നോക്കുമ്പോൾ ഒരു വീഡിയോ വഴി പെൺകുട്ടി എത്തുകയും ഒരു കോംപ്രമൈസ് ടോക്കിലേക്കും ബാക്കി എല്ലാവരെയും കുറ്റപ്പെടുത്തി നല്ലവനാണ് എൻ്റെ ഭർത്താവ് രാഹുലിനെ എല്ലാവരും കുറ്റം പറയുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പിന്നീട് അവർ ഒരുമിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഇപ്പോഴത്തെ പൊടുന്നനെ നമ്മൾ വീണ്ടും കേരളം ഉണരുന്നത് കേൾക്കുന്നത് പന്തീരാങ്കാവ് സംഭവത്തിൽ മറ്റൊരു ട്വിസ്റ്റാണ്. അത് എത്രത്തോളം ഒരു പക്ഷേ ഗൗരവത്തോടുകൂടി സമൂഹം കാണേണ്ടതാണ് ശ്രീമതി എൽസി ഉമൻ ഈ വിഷയത്തെ? വളരെയധികം ഗൗരവപൂർവ്വം കാണേണ്ട ഒരു വിഷയമാണ്. ഈ കുട്ടി മാത്രമല്ല, ഒട്ടനേകം പെൺകുട്ടികൾ ഇതേപോലെ പീഡനം സഹിച്ചിട്ട് അവർക്ക് പക്ഷെ വിട്ടുപോരാൻ പറ്റാതെ അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നും പിന്മാറാൻ പറ്റാതെ ഒരു കേസ് പോലും കൊടുക്കാൻ ധൈര്യപ്പെടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് പീഡിപ്പിക്കപ്പെട്ട ആളിനോട് ഇരയായവർക്ക് തോന്നുന്ന ഒരു വൈകാരിക അടുപ്പം, വൈകാരിക ബന്ധം അവർക്ക് ആ തുടക്കത്തിൽ ഇനീഷ്യൽ ഫേസിൽ വളരെയധികം വാരിക്കോരി സ്നേഹം കൊടുക്കുകയും അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെയും തുടക്കകാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു രീതിയിൽ ഉണ്ടാകുന്ന അടുപ്പം പിന്നീട് മേലുപദ്രവമോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള ഒരു ഉപദ്രവം തുടങ്ങിയാലും ആ തുടക്കത്തിൽ കിട്ടിയ ആ ഊഷ്മളതയുടെ ഒരു ഫലമായിട്ട് ഇവർക്ക് ഈ ട്രോമ ബോണ്ടിങ് എന്നുള്ളൊരു സംഗതി ഇവരുടെ ഈ രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മാനസിക തലത്തിൽ വന്നു കഴിയുമ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെയും അതിനെ മിനിമൈസ് ചെയ്ത് കാണാനുള്ള ഒരു ടെൻഡൻസി വരും. അത് തന്നെയല്ല, അപ്പുറത്ത് നിൽക്കുന്ന ആളും വളരെയധികം ചാമിങ് ആയിട്ട് വളരെയധികം വൈകാരികമായിട്ട് തെറ്റുപറ്റി കാല് പിടിക്കുക അല്ലെങ്കിൽ ഉപഹാരങ്ങൾ കൊടുക്കുക ഗിഫ്റ്റായിട്ടും അല്ലെങ്കിൽ ആ തലത്തിലൊക്കെയും വളരെ താണു വീണ് അപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഫോൾസ് പ്രോമിസസ് ഒക്കെയും കൊടുക്കും, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ആ തുടക്കത്തിൽ ഉണ്ടായ ഊഷ്മളതയെ ഓർത്ത് ഈ വാക്കിൽ വിശ്വസിച്ച് വീണ്ടും ഒരുമിച്ച് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഹൈലി മാനിപ്പുലേറ്റീവ് ആയിട്ട് അവർ പെരുമാറുകയും ഈ അപ്പുറത്ത് നിൽക്കുന്ന ഇരയെ കൂടി മാനിപ്പുലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ പ്രേരണ കൊടുക്കുകയും അതിൽ അവർ വശംവദരായി പോവുകയും ചെയ്യുന്നുള്ള ഒരു സാഹചര്യവും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ആ കുട്ടി വീഡിയോയിൽ വന്ന് തിരിച്ചൊക്കെയും പറയേണ്ട വന്നത്. കാരണം ആ ഒരു ഘട്ടം
താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഫോറത്തിലും വളരെ ആക്റ്റീവായിട്ടുള്ള നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത വിഷയമാണ്. സോഷ്യൽ മീഡിയയൊക്കെയും ആ ഒരു പ്രതിക്കെതിരെ തിരിയുകയും വളരെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെയും സ്വാഭാവികമായിട്ടും വന്നപ്പോൾ അതിനൊരു തടയിടാൻ പെൺകുട്ടിയുടെ പിതാവ് നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താങ്കൾ എന്തായാലും ഇന്നൊരു പ്രതികരണം താങ്കൾ നടത്തിയല്ലോ, വളരെ ഗൗരവത്തോടുകൂടി കേരളം കണ്ടതാണ് ആ പ്രതികരണം. അതിൽ താങ്കൾ പറയുന്നുണ്ട് കാരണം ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ടാകില്ല, കാരണം അത്രമേൽ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അന്ന് താങ്കൾക്ക്, അതായത് താങ്കളൊക്കെ അറിയാമല്ലോ, മാതൃഭൂമി ന്യൂസിലൂടെയൊക്കെ പ്രതികരണങ്ങൾ നടത്തിയാണ് മകൾക്കേറ്റ ഗുരുതരമായിട്ടുള്ള ആഘാതങ്ങൾ, മർദ്ദനം, അന്നൊക്കെ ആദ്യഘട്ടത്തിൽ നിന്ന് പിന്നീട് ഒരുമിപ്പിക്കലിലേക്ക് എന്തുകൊണ്ടെത്തി, അവിടെ താങ്കളെ പോലുള്ള പിതാവിനൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലേ എന്ന് സമൂഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തെറ്റ് അന്നൊന്നോ തിരുത്താമായിരുന്നു എന്ന് തോന്നിയില്ല അല്ലേ? എന്താണ് അന്ന് അങ്ങ് കരുതിയത്? അല്ല, അത് തിരുത്താനായിട്ട് മകള് എൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത്. അതായത് എൻ്റെ മകള് ജൂലൈ 3-ാം തീയതി ജോലിക്കായിട്ട് പോയതാണ്. ഞാൻ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കി അവിടുന്ന് ജോലിക്ക് പോയതാണ്. പിന്നെ അവരുടെ കസ്റ്റഡിയിൽ പെട്ടു. കസ്റ്റഡിയിൽ പെട്ടതിന് ശേഷം അവള് ടെസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവള് മൊഴി മാറ്റി പറഞ്ഞു. പിന്നെ ഏതോ വക്കീലിനെയൊക്കെ കണ്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുത്തു. ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ കൊടുത്തു. കോടതി അത് അംഗീകരിച്ചു. കോടതി അത് അങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഞാൻ പിന്നെ അവർ ജീവിച്ചോട്ടെ, സുഖമായിട്ട് ജീവിച്ച് കാണിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയങ്ങൾ മകളുമായിട്ട് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞോ? മകൾ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അതായത് ഇവളുടെ കയ്യിൽ സ്ഥിരമായിട്ട് ഫോണില്ല, അവന്റെ കസ്റ്റഡിയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ അവൾക്ക് ഞങ്ങളെ വിളിക്കാനോ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് കണക്ഷൻ വന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചില്ലേ മകൾ സ്വസ്ഥമായിട്ടാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ വിളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് പറ്റിയെന്നൊന്നും അന്വേഷിച്ചില്ലല്ലേ? അന്വേഷിക്കണേ, നമുക്ക് ഫോൺ മുഖേനയല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ കോഴിക്കോട് പോയില്ല. അതായത് കോടതി വിധി വന്നതിന് ശേഷം ഇവര് കോഴിക്കോടേക്ക് രാഹുലിന്റെ വീട്ടിലേക്ക് പോയി. അതിപ്പോ ജസ്റ്റ് ഒരു മാസം അല്ലേ ആയിട്ടുള്ളൂ, ഒക്ടോബറിലല്ലേ ആ വിധി വരുന്നത്. അതെ അതെ. അപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് തന്നെ തീരുമാനിച്ചു. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മറ്റേ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓണത്തിന്റെ അവസരപ്പെടുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വിളിച്ചിട്ടില്ല, വിളിക്കാൻ പറ്റിയിട്ടില്ല. ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി രണ്ടാമതാണ് ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് അച്ഛനെന്ന നിലയിൽ ഹരിദാസ് എന്താണ് കൂടുതലായി മനസ്സിലാക്കുന്നത് ഇപ്പോൾ വീണ്ടും ഇതിന്റെ തനിയാവർത്തനം വരുമ്പോൾ? അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദ്യപിക്കുന്ന ഒരാളാണ്. അവര് മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോ ടൈപ്പുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ എന്താണ് ചെയ്യണേ എന്നുള്ളത് ഒരു പിടിയില്ലാത്ത രീതിയിലാണ്. അപ്പൊ അതായത് അന്നൊക്കെ വിദേശത്തിരുന്ന് ഈ വീഡിയോയിലൂടെ നിഷ്കളങ്കനായി പെരുമാറുന്ന രാഹുൽ പിന്നീട് മകളൊരു വീഡിയോ ഇടുന്നു. അപ്പോൾ മകളെ വ്യക്തമായും ട്രാപ്പിലാക്കിയെങ്കിൽ അതിന്റെ പിന്നിലൊരു ഭീഷണി ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അതായത് മകള് ജൂലൈ 3-ാം തീയതി ജോലിക്കെന്ന് പറഞ്ഞിട്ട് പോവുകയും അവളെ ഏതോ നല്ല രീതിയിലൊക്കെ പറഞ്ഞ് വശത്താക്കുകയും പിന്നീട് അവരെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവർ പറയുന്നത് പറയിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ യൂട്യൂബ് ചാനലിൽ അതൊരു കാര്യം, ആ യൂട്യൂബ് ചാനലിൽ അന്ന് കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 47 മിനിറ്റാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഈ ചാനലിനോട് പറയുന്നുണ്ട്. അപ്പൊ അവരെന്തോ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ എഴുതി കൊടുക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പലരും എന്നോട് പറഞ്ഞു, അത് ശ്രദ്ധിച്ചു വന്നു. അപ്പൊ ശരിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അവരെന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചിട്ട് അപ്പൊ കുടുംബത്തിനെതിരായിട്ടും ഒക്കെ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവൾ അതിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പോൾ മകളെ സംബന്ധിച്ചുള്ള മകൾ, പ്രായപൂർത്തിയായ മകൾ, അപ്പോൾ വിദ്യാഭ്യാസമുള്ള മകൾക്ക് ഇതൊരു ട്രാപ്പാണെന്ന് ആ സമയത്ത് തോന്നിയില്ലേ? അല്ലെങ്കിൽ അതിനെ കുറിച്ച് പിന്നീട് എന്തെങ്കിലും സംസാരമോ ചോദ്യം ചെയ്യലോ മകളുടെ ഭാഗത്തുണ്ടായോ? കാരണം മകളെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അത് പിതാവിനോട് എന്തെങ്കിലും പങ്കുവെച്ചോ അങ്ങനെ പിന്നീട് ഈ സംഭവത്തിന് ശേഷം അന്നത്തെ സംഭവത്തെ കുറിച്ച്? എന്തോ
അന്നത്തെ സംഭവത്തെക്കുറിച്ച്, അതായത് ഈ വിദ്യാഭ്യാസമൊക്കെയുള്ള മകളാണല്ലോ, പ്രായപൂർത്തിയായ മകളാണ്. അപ്പോൾ ഇത്രയും 47 മിനിറ്റോളം ഈ വീഡിയോ ഇങ്ങനെ എഴുതി കൊടുത്ത് ചിത്രീകരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് എന്ന് ഇപ്പോൾ മകൾ എന്താണ് പറയുന്നത് താങ്കളോട്? മകള് അതിനെ സംബന്ധിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. അല്ല, ഭീഷണി എന്താണ് ഉയർത്തിയത്? ഒരു ഭീഷണി, അതായത് അച്ഛനും അമ്മയ്ക്കും വരെ ഭീഷണി മുഴക്കി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവള് അതിന് ഭയന്ന്, അവൾ ഒറ്റയ്ക്കല്ലേ, വേറെ ആരുമില്ല, അവരുടെ ആളുകൾ മാത്രമാണ്. അപ്പൊ അങ്ങനെ ഭീഷണിക്ക് വഴങ്ങി പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഓരോരുത്ത ഈ രാഹുലിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതെന്ന് സൈക്കോപാത്ത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നമുക്കറിയാമല്ലോ, നിസ്സാരമായ രീതിയിൽ ഒരു വീട്ടിൽ പുളിയും എരിവും ഒക്കെ ഭക്ഷണ സാധനങ്ങളിൽ പോലും കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിലൊക്കെ ഒരു ഇങ്ങനെ വളരെ ഒരു മൃഗീയമായ രീതിയിലൊക്കെ പെരുമാറണമെങ്കിൽ അച്ഛൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് രാഹുലിനെ കുറിച്ച്? മൃഗീയമായ അവന്റെ സ്വഭാവം ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം വേറെ എങ്ങോട്ടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പത്രത്തിലൂടെ വായിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ രീതി എന്ന് പറയുന്നത് ഇതേപോലെയുള്ള മദ്യപിക്കുന്ന സ്വഭാവമുള്ള, മദ്യപിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മകൾക്കൊരു മനംമാറ്റമല്ലോ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ? ഇല്ലില്ല, ഞാനത് മകളോട് ചോദിച്ചിട്ട് തന്നെയാണ്. അതായത് ഞാൻ ആശുപത്രിയിൽ വെച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്നപ്പോൾ അവളോട് ചോദിച്ചു. അവള് തന്നെയാണ് എൻ്റെ ഡ്രസ്സും എൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി അവനായിട്ട് നീ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ച്. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ പരാതി കൊടുക്കാൻ പറഞ്ഞു. ആദ്യത്തെ കേസ് ഇനി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തുമോ? ആദ്യത്തെ കേസ് വീണ്ടും അതിൽ അന്വേഷണം വേണമെന്ന്, കാരണം ഹൈക്കോടതി അതൊന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച ഒരു കേസുണ്ടല്ലോ. ആ കേസിന് ശേഷം കോടതി തന്നെ രണ്ടുപേർക്കും ജീവിക്കാനുള്ള അനുമതി നൽകി. ഇനിയിപ്പോൾ ആദ്യത്തെ കേസിലും താങ്കൾ അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമോ? അത് എന്ന് പറഞ്ഞ് ഞാനത് ആലോചിച്ച് അതിന്റെ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അത് കോടതി ഒരു പുനഃപരിശോധന നടത്തണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഈ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ, അത് ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പൊ അതേപോലെ എന്റെ മകൾക്ക് സംഭവിച്ചു. അപ്പൊ മറ്റൊരാൾക്കും ഇതേപോലെ ഇനി സംഭവിക്കാൻ പാടില്ല. അപ്പൊ അത് കോടതി അത് പുനഃപരിശോധിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം അതിനെ സംബന്ധിച്ച് മുന്നോട്ട് പോവാനായിട്ട് കേസുമായിട്ട്. ശ്രീ ഹരിദാസ്, ഈ വിവാഹാലോചനകൾ തേടുന്ന, അല്ലെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കളോട് എന്താണ്, അല്ലെ കുട്ടികളോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതായത് എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല അതിക്രമങ്ങളും ഉണ്ടാവുന്നുണ്ട്. അവരെ ഇനി ഒരു വിവാഹത്തിന് മുതിരുമ്പോൾ സമഗ്രമായിട്ട് അവരതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും പരിശോധിക്കുകയും ആലോചിക്കുകയും ചെന്നിട്ട് വേണം എന്നുള്ളതാണ്. മാത്രമല്ല, പെൺകുട്ടികളെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിലനിൽപ്പ് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മകൾക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു, ഇവൻ കാരണത്താൽ ആ ജോലി രാജിവെപ്പിച്ചു, മറ്റൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ എന്റെ മകളുടെ ആ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കൊരു നിലനിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പെൺകുട്ടികൾ നിലനിൽപ്പിന്റെ വിഷയം കൂടിയുണ്ട്. ആ നിലനിൽപ്പും കൂടി ഉണ്ടാക്കിയിട്ട് വേണം വിവാഹത്തിലേക്ക് കടക്കാൻ. ശരി, തീർച്ചയായും. ശ്രീ ഹരിദാസ് പറഞ്ഞ ഹരിദാസന്റെ വാക്കുകൾ, ആ അച്ഛന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് തെറ്റുപറ്റി, അവർക്ക് ഇടപെടേണ്ട സമയത്ത് ഇടപെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ പ്രതി ആര് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ ശ്രീമതി എൽസി ഉമ്മൻ അച്ഛൻ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. വല്ലാത്ത ഒരു രൂപമുള്ള പ്രകൃതക്കാരനായ വ്യക്തിയാണ് ഈ രാഹുൽ എന്നുള്ളതാണ് ആ പിതാവ് പറയുന്നത്. നമ്മൾ തന്നെ ചിന്തിക്കൂ, കാരണം ഒരു കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ഒരു കാര്യത്തിന് പോലും ഇത്രമേൽ മൃഗീയമായൊരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച്, കാരണം രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആളുകൾ സാധാരണഗതിയിൽ മാന്യന്മാരായി മാറേണ്ടതാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എങ്ങനെയാ മാറാൻ പറ്റുന്നത്? തലച്ചോറ് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഉള്ള ബ്രെയിൻ എന്താണോ അയാളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത് ആ രീതിയിലല്ലേ ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. താൽക്കാലികമായിട്ട് കുറച്ച് ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് പോകാമെന്നും കണ്ട് ആത്യന്തികമായിട്ടൊരു ചേഞ്ച് വരാത്രത്തോളം കാലം, അത് ഏതെങ്കിലും രീതിയിൽ ചികിത്സയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിന് ചേഞ്ച് വരാത്രത്തോളം കാലം ആ സ്വഭാവം അല്ലെങ്കിൽ ആ വൈകൃത്യ സ്വഭാവം അത് അതേപടി തന്നെ നിലനിന്ന് പോകുമെന്നുള്ളതാണ് വസ്തുത.
താങ്കൾ മുന്നേ ചോദിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, 18 വയസ്സ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും നിർബന്ധിച്ച്, ഇപ്പോൾ ഇവരുടെ പേരൻസിനാണെങ്കിൽ പോലും നിർബന്ധിച്ച് ആ കുട്ടിയെ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ നിയമം അനുസരിച്ചിട്ട് സാധ്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളാണ് ഒരു തിരിച്ചറിവ് വരേണ്ടത്. അതായത് റിസ്ക് ഫാക്ടേഴ്സ് കുറേ അധികം ഈ ഒരു കേസിലുണ്ട് നമ്മൾ സൂക്ഷിച്ച് പരിശോധിച്ചാൽ. കാരണം പലതവണ ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അബ്യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ആ കുട്ടിക്കും ഉള്ളതാണ്. അത് തന്നെയല്ല മദ്യപാനത്തിനൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ന് തന്നെയാണെങ്കിലും മദ്യപാനം മാത്രം മതി ആ റിസ്ക് ഫാക്ടർ കൂട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ മറ്റെന്തെങ്കിലും ആളിന് എന്തെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാത്തത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാതെ പറയുന്നതും ശരിയല്ല. എന്നിരുന്നാലും ഈ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് സാധാരണഗതിയിൽ വരുമ്പോൾ നമ്മൾ ഇൻ ജനറൽ പറയാറുണ്ട്, ഇത്തരം ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോൾ അത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആളിൻ്റെ കൂടെ പിന്നീട് പോകുമ്പോൾ ആ റിസ്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ഉചിതമായ തീരുമാനം എടുക്കേണ്ട ഉത്തരവാദിത്തം പെൺകുട്ടികൾക്കുണ്ട്. നേരെ മറിച്ച് 18 വയസ്സിന് ശേഷമുള്ള പെൺകുട്ടികൾക്ക് അവരവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളിടത്തോളം കാലം ആരുടെ കൂടെ പോകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പാർട്ട്ണറിനെ മറ്റെന്തെങ്കിലും രീതിയിൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സാ വിധിക്കോ വല്ലതും നിർബന്ധിക്കാനോ ഒന്നും ഇപ്പോഴത്തെ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 പ്രകാരം നമുക്ക് ആർക്കും പറ്റത്തില്ല. പക്ഷെ പറ്റുന്ന രണ്ട് ആൾക്കാർ എന്ന് പറയുന്നത്, ഒന്ന് പോലീസിന് പറ്റും ഇങ്ങനെ റിസ്ക് ഉള്ളവരെ, അവർക്ക് മറ്റുള്ളവരുടെ ജീവന് ഹാനി അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനി, അവനവന്റെ ജീവന് ഹാനി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാനുള്ള പ്രൊവിഷനുണ്ട്. രണ്ടെന്ന് പറയുന്നത് കോടതിക്ക് പറ്റും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫാദറിന് ഈ ഒരു പെൺകുട്ടി രാഹുൽ എന്ന് പറയുന്ന ആളുടെ കൂടെ ഒപ്പം പോകാനാണ് തയ്യാർ, അല്ലെങ്കിൽ മറ്റൊന്നിനും തയ്യാറല്ലെങ്കിൽ ആ കുട്ടിയെ ഫോഴ്സ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഇല്ല. അതുകൊണ്ട് ഫാദറിന് അതിനകത്ത് അഥവാ ഇത് റിസ്ക് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഫാദറിന് ആ കുട്ടിയോട് സാധാരണഗതിയിൽ പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യാനുള്ള ഒരു നിയമവശം ഫാദറിന് തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ അടുത്ത ഒരു അനിവാര്യമായ ഒരു ടൈമിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഈ പെൺകുട്ടിയെ വിളിക്കാൻ പോലും അവർ കഴിയില്ല, ഫോൺ പിടിച്ചു വെക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും കരിവാരിത്തേച്ച അല്ലെങ്കിൽ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുകയും പോലീസ് നിയമ നടപടിയിലേക്കൊക്കെ കടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണോ നടത്തിയത്? കാരണം പെൺകുട്ടിക്ക് തേൻതൂകുന്ന വാക്കുകളിലൂടെ പെൺകുട്ടിയെ വരുതിയിലാക്കുന്നു, ഭീഷണി കൂടി ഉണ്ടാകുന്നു, പിന്നീട് ഇത്രയും ദിവസം അവിടെ കഴിയുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരുപക്ഷെ അത്ഭുതം പേറേണ്ട കാര്യമാണ്. ഇത്രയും ദിവസവും പെൺകുട്ടി ഈ വ്യക്തിക്കൊപ്പം കഴിഞ്ഞുവല്ലോ. തീർച്ചയായും അവിടെ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ പഠിപ്പുള്ള അല്ലെങ്കിൽ 18 വയസ്സ് തികഞ്ഞ വ്യക്തിയാണ്. അവിടെ നിന്നൊക്കെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ദുരൂഹതകൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ വിഷയത്തിൽ? അത് നമ്മൾ ഇങ്ങനെയും കൂടെ നമ്മൾ ആ ഒരു വശം കാണേണ്ട ആവശ്യമുണ്ട്. അതായത് ഫാദറുമായിട്ട് അല്ലെങ്കിൽ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ടാക്കുക, ആ ഒരു ആശയവിനിമയം പോലും കട്ടാക്കുക എന്നുള്ളതായിരിക്കണം മറ്റേ ആളിൻ്റെ ലക്ഷ്യം. കാരണം എങ്കിൽ മാത്രമേ ആ ഈ പറഞ്ഞതുപോലെ സംസാരത്തിലൂടെ ആണെങ്കിലും ഉപഹാരത്തിലൂടെ ആണെങ്കിലും നല്ല സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആണെങ്കിലും ആ പെൺകുട്ടിയെ തൻ്റെ പരിധിയിൽ നിർത്തിയാൽ മാത്രമേ തനിക്ക് എതിരെയുള്ള അലിഗേഷൻസ് ഇല്ലാതായി അല്ലെങ്കിൽ അത് മായ്ച്ച് കളയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അവിടെ തീർച്ചയായിട്ടും അത്തരം സ്റ്റെപ്പ് ആ വ്യക്തി എടുക്കുമല്ലോ. പക്ഷെ അതിൽ ഒരു പൊള്ളത്തരം ഉണ്ടെന്നും അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ച് പോകരുതെന്നും എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ആ കുട്ടി തന്നെയാണ്. പക്ഷേ അത് എന്തെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ പോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ ബൈ ഫോഴ്സ് അല്ലെങ്കിൽ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ അതിനെക്കാട്ടിലും ഉപരി ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ നല്ല രീതിയിൽ നിന്ന് ആ കുട്ടിയെ വീണ്ടും പരിധിയിൽ വരുത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഇനീഷ്യൽ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഊഷ്മളത തിരിച്ചു വന്നതുപോലെ ആ കുട്ടിക്ക് തോന്നും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു അവസരം കൊടുക്കാം എന്നുള്ള നിലയിലും പിന്നെ പീഡനവുമായിട്ട് ബന്ധപ്പെട്ടും ഇത്തരം കുടുംബ കോടതിയിലുള്ള കേസുകളിലൊക്കെ കോടതി ആദ്യം കൗൺസിലിങ്ങിന് പറയുമല്ലോ, അവരെ രണ്ടുപേരും പരമാവധി അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന സ്റ്റാൻഡിലേക്കായിരിക്കും ആദ്യം പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഇതെത്രത്തോളം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പോലും ഇനിയുള്ള സംഭവങ്ങളിൽ പോലും ഈ ഒരു അനുഭവത്തെ, ഈ ഒരു ഉദാഹരണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ശ്രീമതി എൽസി ഉമ്മൻ? അതായത് ശരിക്കും പറഞ്ഞാൽ കോടതിക്കാണ് ഇതിൻ്റെ ഏറ്റവും അധികം റോളുള്ളത്.
കാരണം ശരിയാണ്, ഒരുപാട് ഗാർഹിക പീഡന കേസസ് അവർ വരുന്നുണ്ട്. ചിലപ്പോൾ അത് ഫാബ്രിക്കേറ്റഡ് കേസസ് ആയിരിക്കും, അതൊക്കെ അവർ ദൈനംദിനം കാണുന്നതാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റിയോടെ അബ്യൂസ് ഉണ്ടായി എന്നുള്ള കാര്യം വരുമ്പോൾ, അത് തന്നെ ആൽക്കഹോൾ എടുക്കുന്ന ഒരു ചരിത്രമുള്ളപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കൗൺസിലിങ്ങിന് അയക്കണോ വേണ്ടയോ എന്ന് കോടതിക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്തരം കേസസ് പന്തീരാങ്കാവിലെ അമ്പരപ്പിക്കുന്ന ട്വിസ്റ്റാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന. അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആശാ ഉണ്ണിത്താൻ, വളരെ ഞെട്ടലുളവാക്കിയ സംഭവമാണിത്. അപ്പോൾ കോടതിയുടെ റോളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വീണ്ടും അവർ ഒരുമിച്ച് വീണ്ടും വേർപിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഭവം എത്രത്തോളം ഗൗരവമേറിയതാണ്, കോടതിയിലേക്ക് പഴയ കേസൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പിതാവ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഇവിടെ ഗാർഹിക പീഡനം എന്ന വേർഡാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കുക എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഗതിയല്ല, അത് കോടതിയിൽ നിൽക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ പെറ്റീഷൻസൊക്കെ ഫയൽ ചെയ്യുക നമ്മൾ സാധാരണ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫീസറുടെ മുന്നിലൊക്കെയാണ്. അത് മറ്റൊരു രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ BNS ഭാരതീയ ന്യായ സംഹിതയാണെങ്കിലും അതിനു മുൻപുള്ള ഇന്ത്യൻ പീനൽ കോഡാണെങ്കിലും ഈ ഡവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ, അതായത് പണം ചോദിച്ചുകൊണ്ട്, മൂല്യവത്തായ സംഗതികൾ ചോദിച്ചുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോൾ മാത്രമാണ് അതൊരു വലിയ ഒഫൻസായിട്ട് കണക്കാക്കുന്നത്. അല്ലാത്ത തലത്തിലുള്ള ഒഫൻസുകൾ, ഇപ്പോൾ അടിച്ചു ഇടിച്ചു എന്നൊക്കെയുള്ളത് സാധാരണ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ അടിക്കുന്നത് പോലെ ആയിട്ട് അതിനെ കണക്കാക്കുള്ളൂ. അതായത് ഹേർട്ട്, ഗ്രീവിയസ് ഹേർട്ട് തുടങ്ങിയിട്ടുള്ള സംഗതികൾ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ വീടിൻ്റെ അകത്ത് ഭയങ്കര വൾണറബിലിറ്റി കൂടുതലാണ് സ്ത്രീകളുടെ നേരെയുള്ള ഉപദ്രവങ്ങൾ. ഇപ്പോൾ ഉപ്പില്ല, അല്ലെങ്കിൽ കറിക്ക് രുചിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ സ്ത്രീകൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിലൊക്കെ കുറേ എൻസൈംസ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതായത് നമ്മളൊക്കെ അങ്ങനെയാണ് അൽഗോരിതംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്താൽ അത് വളരെ ടേസ്റ്റുള്ള ഫുഡായി മാറും. അമ്മ ഉണ്ടാക്കണ പോലെയാണ്, മുത്തശ്ശി ഉണ്ടാക്കണ പോലെയാണ്, അമ്മായി ഉണ്ടാക്കണ പോലെയാവണമെന്നൊക്കെയാണ്. പക്ഷെ നമുക്കതൊന്നും അല്ല. എല്ലാ മനുഷ്യരെ പോലെ തന്നെ സ്വപ്നങ്ങളും ജീവിതം, ആഗ്രഹങ്ങളും, കരിയറും ഒക്കെ, കലയും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും. പക്ഷെ സ്ത്രീകൾ പ്രത്യേകിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊന്നും തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം തന്നെ ഈ കുക്കിംഗ് ഒന്നും പഠിക്കാറില്ല. അത് പഠിക്കുകയാണെങ്കിൽ ആണും പെണ്ണും ഒരുപോലെ പഠിക്കുന്ന സമ്പ്രദായങ്ങളെ ഇപ്പോൾ സാധിക്കുള്ളൂ. കാരണം അവർ ഹോസ്റ്റലിൽ പോകുന്നു, പുതിയൊരു വീട് താമസിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഗാർഹിക പീഡനം വരെ. വീട് വൃത്തിയാക്കിയില്ല, തുണി കഴുകിയില്ല, ഇത് വൃത്തിയാക്കിയില്ല, തേച്ചത് നന്നായില്ല, കറി വെച്ചത് വൃത്തിയായില്ല, ടേസ്റ്റായില്ല എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ മാത്രം ഉപദ്രവിക്കുന്ന ഈ പ്രത്യേക ഒഫൻസുകളെ അഡ്രസ്സ് ചെയ്യാനുള്ളതാണ് ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുന്ന ആ നിയമം. പക്ഷേ ആ നിയമത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതൊരു സിവിൽ സ്വഭാവമുള്ള നിയമമാണ്. മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഫയൽ ചെയ്യണേച്ചാലും അതവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ മജിസ്ട്രേറ്റുമാരാണെങ്കിലും അത് വലിയ ഗൗരവമായിട്ട് കണക്കാക്കുന്നുമില്ല. അത് ഒരു പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പ് വയലൻസ് എന്ന് പറഞ്ഞ ഓർഡർ മാത്രമേ ഉള്ളൂ. ഈ കേസിൽ തന്നെ പോലീസ് കേസെടുത്തു, അടിച്ചു ഉപദ്രവിച്ചു എന്ന സാധാരണ രീതിയിലുള്ള കേസെടുത്തു. പക്ഷെ അത് ഗാർഹിക പീഡനത്തിൻ്റെ കേസൊന്നുമല്ല, അതൊരു ഹേർട്ട്, ഉപദ്രവത്തിൻ്റെ കേസാണ്. ഗ്രീവിയസ് ഹേർട്ട്, വളരെ ഭീകരമായ ദേഹോദരം ഏൽപ്പിച്ച കേസ്. അങ്ങനത്തെ രീതിയിലുള്ള കേസാകുമ്പോൾ ഇവർ ഒത്തുതീർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒത്തുതീരാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു. ഹൈക്കോർട്ടിൽ അയാൾ കോഷ് ചെയ്യാൻ വേണ്ടി, FIR കോഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ഇവർ ഒരു അഫിഡവിറ്റ് കൊടുക്കും, ഞങ്ങളെല്ലാം പറഞ്ഞ് തീർത്തു, എന്നെ മേലാൽ എന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി കുടുംബജീവിതം മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞിട്ട് അത് പിൻവലിച്ചു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈ മനുഷ്യൻ വീണ്ടും ഉപദ്രവിക്കുകയാണ്. ഇത് ഒരു ഇതൊരു ചർച്ചയ്ക്ക് കൂടുതൽ വിധേയമാക്കേണ്ടതാണോ എന്ന്. കാരണം ഈ പിതാവ് പറയുന്നല്ലോ, കുടുംബം പറയുന്നു, ഞങ്ങൾ ട്രാപ്പിലാക്കി ഭീഷണിപ്പെടുത്തി, മകളെ ഭീഷണിപ്പെടുത്തിയാണ് വരുതിയിലാക്കിയത്. അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കില്ല, ഇനി ഞങ്ങൾ കർശന നിലപാടെടുക്കുന്നത്. അപ്പോൾ കുടുംബത്തിന്റെ റോൾ ഒരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന്റെ മറുവശം എന്നുള്ളത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചോളം പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. കാര്യങ്ങൾ വിവേചനിച്ച് അറിയാനുള്ള സ്വാതന്ത്ര്യമുള്ള, ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എവിടെയാണ് തെറ്റ്, ആരാണ് പ്രതി എന്നൊരു ചോദ്യത്തിലേക്ക് വന്നാൽ പ്രതി എന്ന് വെച്ചാൽ നമുക്ക് കേവലം ഒരു ഇപ്പോൾ അടിച്ച മനുഷ്യനെ പ്രതിയാണ് നമുക്ക് പറയാം. പക്ഷെ അടിച്ച മനുഷ്യനിലെ ആ അടിക്കാനുള്ള ആ ഒരു അധികാരബോധം, ആ ധൈര്യം ഒരു സ്ത്രീയെ, കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു അവനവൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീയെ അടിക്കാനും ഉപദ്രവിക്കാനും ഇവർക്ക് കിട്ടുന്ന ധൈര്യം, അതെവിടുന്നാ?
അത് നമ്മൾ തന്നെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതാണ് പാട്രിയാർക്കി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങളിൽ ഒരു അധികാര ബോധമാണ് ഇതിനുള്ള വീടുകളിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ സമൂഹത്തിൽ എല്ലാവരുടെയും കാണുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിയമത്തെ കൊണ്ടുവരുന്നത്. നിയമം വഴി ഇവരെ എല്ലാം ഒരു കോഡ് ഓഫ് കണ്ടക്ട്, വീടിൻ്റെ അകത്തൊരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരോട്, സഹോദരിയോട്, അമ്മയോട്, അമ്മൂമ്മയോട്, അമ്മായിയോട് തുടങ്ങിയ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീ പ്രജകളോട്, പുരുഷ പ്രജകൾ അങ്ങനെ തന്നെ പറയട്ടെ, പുരുഷന്മാർ സിറ്റിസൺസ് ചെയ്യേണ്ട സംഗതി മര്യാദയിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ തുണി കഴുകുകയും, അവനവൻ്റെ അണ്ടർവെയർ കഴുകുകയും, അവനവൻ്റെ കക്കൂസ് കഴുകുകയും, അവനവന് ഉണ്ട പാത്രങ്ങൾ കഴുകുകയും, അവനവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കിയും. ആരും ഹാൻഡിക്യാപ്ഡ് ആയിട്ടല്ലല്ലോ പുരുഷന്മാർ വീട്ടിലുണ്ടാവുന്നത്. കൂടുതൽ മുട്ടയും കൂടുതൽ ഫുഡും കൂടുതൽ മീൻ കഷ്ണങ്ങളും കഴിച്ച് വളരുന്ന ആൾക്കാരായിരുന്നല്ലേ പെൺകുട്ടിയേക്കാൾ കൂടുതൽ. അപ്പോൾ അവരും കൃത്യമായി തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുന്നത് അവർ കണ്ടുപഠിക്കണമെങ്കിൽ അവിടെ അച്ഛനും അമ്മയും ഷെയർ ചെയ്യണം, അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഷെയർ ചെയ്യണം. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ആളുകൾ അവനവൻ്റെ വീട്ടിലെ ജോലിയും അതുപോലെ തന്നെ പുറത്തുള്ള ജോലി എല്ലാം ഷെയർ ചെയ്യും, വീട്ടിലെ ചെലവുകളൊക്കെ ഷെയർ ചെയ്യണം. എല്ലാ ലോകത്തും മനുഷ്യർ ജീവിക്കുന്നുണ്ട്, വിദേശങ്ങളിൽ ജീവിക്കുന്നുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ സ്നേഹസമൃദ്ധമായിട്ടുള്ളൊരു ജീവിതം അവിടെ വേണമെങ്കിൽ ഈ ഷെയറിങ്ങും കെയറിങ്ങും ആവശ്യമാണ്. അല്ലാണ്ട് ഒരാൾ ഉപ്പിട്ടില്ല, ഒരാൾ വൃത്തിയിൽ കറി വെച്ചില്ല, അല്ലെങ്കിൽ പാത്രം കഴുകിയില്ല എന്നൊക്കെ പറഞ്ഞ് അടിക്കാനുള്ള അവകാശം എവിടെ നിന്ന്? ഇത് അടിമ ഉടമ ജീവിതമല്ലല്ലോ. ഒരു അടിമ എന്തെങ്കിലും ഒരു ഉടമയെ പ്രണയിക്കുകയോ സ്നേഹിക്കുകയോ ആരാധിക്കുകയോ കാമിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ? എങ്ങനെയെങ്കിലും ഇയാൾ നമ്മുടെ തലേന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നല്ല ആഗ്രഹിക്കുക. വൃത്തികേട് കൊണ്ടാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ സ്ത്രീകൾ ഈ അടിയും കൊണ്ട് ജീവിക്കണത്. അവർക്ക് സ്വന്തമായി കാലിൽ നിൽക്കാനുള്ള വരുമാനവും സാമൂഹിക അന്തസ്സും ജീവിക്കാനുള്ള സ്പേസും ഒക്കെ ഉണ്ടെങ്കിൽ അവർ സുന്ദരമായി ഈ അടിയിടിയും കിട്ടാതെ മാറി ജീവിക്കാനുള്ള സ്പേസിലേക്ക് മാറും. പക്ഷെ അതിന് പ്രൊവൈഡ് ചെയ്തൊക്കെ സർക്കാർ പ്രൊവൈഡ് ചെയ്യും, ഷോർട്ട് സ്റ്റേ ഹോം കൊടുക്കൂ അല്ലെങ്കിൽ ഡോർമെട്രികൾ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. കാരണം ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി അക്യുമുലേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താ വേണ്ടത്? അവനവൻ്റെ മക്കളെ വളർത്തുമ്പോൾ മുന്നോട്ട് തന്നെ പോകുന്നു, രാഹുലിനെ പൂട്ടാനുള്ള ശ്രമത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ പഴയ കേസൊക്കെ ഹൈക്കോടതിയിൽ തീർപ്പാക്കിയ ആ കേസൊക്കെ പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളതാണ്. അവിടെ പോലീസ് നമുക്കറിയാമല്ലോ, പോലീസൊക്കെ ആദ്യമൊന്ന് തടുത്ത കേസാണ്. മാധ്യമങ്ങൾ നിരന്തരം നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അതിനുശേഷം ഒരു നടപടി, പോലീസിനെതിരെ അടക്കം നടപടി വന്ന കേസൊക്കെയാണിത്. അങ്ങനെയാണത് പരിണമിച്ച് പിന്നീട് ഒത്തുചേരുന്നത്. അപ്പോൾ ഈ പഴയ കേസൊക്കെ ഇനി അതിൻ്റെ പുറകെ ആ കേസ് വീണ്ടും അതെന്താണ് അതിനെ പറ്റിയത്, പിഴവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിതാവ് ചൂണ്ടിക്കാണിക്കാനായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണ്. അതൊക്കെ സാധ്യമാണോ? തീർച്ചയായിട്ടും പഴയ കേസ് എന്നുള്ളത് ഇപ്പോൾ FIR കോഷ് ചെയ്ത് കഴിഞ്ഞൊരു കേസാണ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ പെൺകുട്ടി ഹാബിച്വലായിട്ട് അടി വാങ്ങിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടുകാരറിഞ്ഞു, അവരിടപെടുന്നു, അവർ കൗൺസിൽ ചെയ്യുന്നു, ഇയാൾ തന്നെ അടിച്ച് അവശയാക്കി ആംബുലൻസിൽ കൊണ്ടുപോകുന്നു, ആംബുലൻസിലും ഉപദ്രവിക്കുന്നു വീണ്ടും. അപ്പോൾ ഇവിടെ പറഞ്ഞൊരു സംഗതി എന്താ വെച്ചാൽ നിയമത്തിൻ്റെ പോരായ്കയല്ല, ഇവർ നിയമം എടുത്ത് ഉപയോഗിച്ചിട്ട് പിന്നെ ആ നിയമത്തെ എന്ത് ചെയ്യുന്നു? ആ നിയമത്തെ തന്നെ അവർ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ഇവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ടാണ് ആ പെൺകുട്ടി കുടുംബജീവിതം, സ്നേഹം, ഭർത്താവ് കുടിക്കുന്ന സമയത്ത് മാത്രമേ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുള്ളൂ. ഇതൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന സംഗതികളാണ്. അപ്പോൾ ആ കാര്യം കൊണ്ടാണ് കുടുംബമല്ലേ വലുത്, കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതില്ലേ, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം സ്ത്രീയുടെ തലയിലാണല്ലോ, അടി എത്ര കിട്ടിയാലും സ്ത്രീ തന്നെ താങ്ങണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് വീണ്ടും കുടുംബജീവിതത്തിലേക്ക് വിടുമ്പോൾ, ആ കുട്ടിയെ കൺവിൻസ് ചെയ്തിട്ട് കുടുംബജീവിതത്തിൽ വിടുമ്പോൾ അവിടെ വീണ്ടും ആ കുട്ടിക്ക് ജീവൻ തന്നെ ഭീഷണി വരികയാണ്. അപ്പോൾ ഇതിനെ നോക്കിക്കാണുമ്പോൾ ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസിന് ഇന്ന് നടന്ന ഒഫൻസിനും കേസ് രജിസ്റ്റർ ചെയ്യും. കഴിഞ്ഞ തവണ കോഷ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാലും, കാരണം അത് കുറ്റപത്രം സമർപ്പിക്കുന്നതിനേക്കാൾ മുൻപേ കോഷ് ചെയ്താണ്, വീണ്ടും FIR എണ്ണയിൽ തെറ്റില്ല. കാരണം ഒരേ ഒഫൻസിന് 2 തവണ ശിക്ഷിക്കപ്പെടരുതെന്നേ ഉള്ളൂ, അല്ലാതെ അത് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല എന്നില്ല. ഡബിൾ ജപ്പാടി എന്ന് പറയും നമ്മൾ, 2 തവണ ഒരു കേസിൽ ഒരാളെ ശിക്ഷിക്കരുത് എന്നേ ഉള്ളൂ. അപ്പോൾ ഒരേ സംഭവത്തിൽ ഒരു കേസ് അന്വേഷണം തുടങ്ങുമ്പോഴേക്കും ഇവർ ഒത്തുതീർന്ന് അവസാനിപ്പിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അതും കൂടി ചേർത്തോണ്ട് പെൺകുട്ടിക്ക് എന്നാണോ നാളിതുവരെ എന്ന് വിവാഹം കഴിഞ്ഞ് അയാളായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണോ അല്ല അതിന് മുൻപ് തൊട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും എന്ന് മുതലാണോ ഈ പീഡനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അന്ന് മുതലുള്ള എല്ലാ സംഗതികളും ഇവർക്ക് പറയാൻ സാധിക്കും. ക്രിമിനൽ കേസാണ്, അതിന് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എന്നല്ല പറയുന്നത്, അതിന് പുറകിലേക്ക് പോയില്ല. നമുക്കറിയാലോ വർഗീസ് കൊലക്കേസിൽ ഏറ്റവും ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള ക്രൈം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടും അവരെ ശിക്ഷിച്ച സംഗതി കണ്ടതല്ലേ. അപ്പോൾ ഈ സ്ത്രീനെ എന്ന് മുതലാണോ ഉപദ്രവിച്ചത് അന്ന് മുതലുള്ള സംഗതികൾ ഇവർക്ക് പറയാൻ സാധിക്കും.
അത് വീണ്ടും മുന്നോട്ട് അതാണ് ഈ കൊണ്ടുപോകാൻ കേസിന്റെ സാധിക്കും. ആ ഒരു പ്രത്യേകത. caution അതാണ് അയാൾ നിയമവശങ്ങൾ വീണ്ടും അഡ്വക്കേറ്റ് ആശ ഹൈക്കോടതിക്ക് ഉണ്ണിത്താൻ പോയി. ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതി ഒരു കാര്യം അവസാനമായി ബോധ്യപ്പെടുത്തി ഡോക്ടർ എൽ സി എമ്മൻ പെൺകുട്ടിയെ വീണ്ടും ഒരു കൗൺസിലിംഗിന് വിധേയാക്കേണ്ടി വരുമോ? കാരണം ഒരുപാട് വിമർശനങ്ങൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പെൺകുട്ടിക്കെതിരെ അടക്കം ഒരു അറ്റാക്ക് എന്ന നിലയിലൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നടക്കുകയാണ്. പെൺകുട്ടിയെ ഒരു കൗൺസിലിംഗിന് വിധേയനാക്കേണ്ടി വരുമല്ലേ, ആക്കേണ്ടി വരും. അത് നമ്മൾ കാണാതെ അങ്ങനെ പറയുന്നത് ശരിയല്ല, അതിൻ്റെ അവരുടെ അനുവാദമില്ലാതെ പറയുന്നത് ശരിയല്ല. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ സോഷ്യൽ മീഡിയയുടെ അബ്യൂസും അല്ലെങ്കിൽ അവരെ വളരെയധികം അവഹേളിക്കുന്ന രീതിയിലൊക്കെയും കാര്യങ്ങൾ പോകുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടുന്ന ഒരു മാനസിക പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിലൊക്കെ ഉപരി നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികൾക്ക് ശാക്തീകരിക്കപ്പെടേണ്ടത് വളരെയധികം ആവശ്യമാണ്. കാരണം കോടതിയിൽ വന്ന് മൊഴിമാറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് പോലും അവരെ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അത് തന്നെയല്ല, മദ്യപിക്കുമ്പോഴാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ ആ മദ്യപാനത്തിന് ചികിത്സ ആവശ്യമില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെയുമുള്ള ഒരു അവയർനെസ് കുട്ടികൾക്ക് വേണം. അത് തന്നെയല്ല, സ്വന്തമായിട്ടൊരു നിലപാടെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള ഒരു കപ്പാസിറ്റിയും നമ്മുടെ കുട്ടികൾക്ക് വേണം. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കത്തക്ക രീതിയിൽ അവരെ വളർത്തിയെടുക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും വരികയും അവർ അവസരമനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിലൊക്കെയും വഴിപ്പെട്ടോ അല്ലെങ്കിൽ നിർബന്ധപൂർവമോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ വഴിപ്പെട്ട് അങ്ങനെ പോയി സ്വന്തം ഭാവി തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ എത്തപ്പെടും. അതുകൊണ്ട് ഈ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ മാത്രമേ കോടതിക്ക് പോലും അവരെ സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതേസമയം ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇത് മദ്യപാനമുള്ളതുകൊണ്ട് നാളെയാണെങ്കിലും മദ്യപിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ വീണ്ടും അടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻസൈറ്റ് അവിടെ വേണ്ടിയിരുന്നത് ആവശ്യമാണ്. അത് തന്നെയല്ല, ബിഹേവിയറൽ ഇഷ്യൂസ്, കുടുംബങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്ത ബിഹേവിയറൽ ഇഷ്യൂസ് ആയിരിക്കുമല്ലോ സാധാരണഗതിയിൽ കോടതിയിൽ എത്തപ്പെടുന്നത്, പ്രത്യേകിച്ചും അസോൾട്ട് ഒക്കെ വരുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രിൻസിപ്പൽ കൗൺസിലേഴ്സ് ഉണ്ടൊക്കെ ശരിയാണ്. എന്നിരുന്നാലും ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് റെഫർ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഇവരുടെ പേഴ്സണാലിറ്റി ഒക്കെ അസസ് ചെയ്ത് ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ സാധ്യമാണ്. ആ രീതിയിലൂടെ ഒരു മെച്ചപ്പെട്ട സംവിധാനം വരികയാണെന്നുണ്ടെങ്കിൽ ആശ ഉണ്ണിത്താനും പങ്കുവെച്ചത്. അങ്ങനെ എന്തായാലും ഈ പന്തീരാങ്കാവ് സംഭവം അത് വീണ്ടും റീലോഡഡ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉയർത്തുന്നു. വലിയ സന്ദേശവും ഉയർത്തുന്ന സംഭവമായി ഇത് മാറുകയാണ്.